നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ ദിവസം വെല്ലിംഗ്ടണിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഡേ നമ്മൾ കേപ്പ് അലൈസ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി, പിന്നെ അവിടുന്ന് ഓഫ് റോഡിന് പോയി. അടുത്ത ദിവസമാണ് നമ്മൾ രാവിലെ ഇവിടെ ഒരു കേബിൾ കാറുണ്ട്, കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്കാണ് വെച്ച് വിടുന്നത്. ഇത് നമ്മൾ അങ്ങേ അറ്റത്ത് കാണുന്നതാണ് വെല്ലിംഗ്ടൺ സിറ്റി. സോ അതെ, അവിടെ വലിയൊരു ഷിപ്പ് പോകുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടുന്ന് സൗത്ത് ഐലൻഡിലേക്ക് പോകുന്ന ഷിപ്പ് ആകാനാണ് ചാൻസ്. ഉറപ്പൊന്നുമില്ല, ബട്ട് ഇതെവിടെ ഉണ്ട് സംഭവം. നല്ല അടിപൊളി സ്ഥലമാണ്. സൈഡിൽ കൂടെ നല്ല മരങ്ങളും ഫുള്ള് പച്ചപ്പും ഹരിതാപവും. അതിൻ്റെ സൈഡിൽ ഈ കാണുന്നതാണ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ന്യൂസിലാൻഡ്. അങ്ങനെ വെല്ലിംഗ്ടണിലെ ഫേമസ് ആയ കേബിൾ കാർ മ്യൂസിയത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് വെല്ലിംഗ്ടൺ കേബിൾ കാർ. ഓ, ഇവിടെ കാറ്. ഇത് കേബിൾ കാർ മ്യൂസിയം. അയ്യോ, ആ ടിക്കറ്റ് അതിൻ്റെ അകത്ത് എടുക്കുന്നതാണ്. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. കേബിൾ കാർ മ്യൂസിയം ഓപ്പൺ 10 AM to 5 PM. ഇതാണ് കാർ മ്യൂസിയം. ഇതിന്റെ ഈടെ കാർ റെന്റ്. ഇതാണ് കേബിൾ കാറിന്റെ ആദ്യ രൂപം. മൊത്തം തടി കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. തടിയൊക്കെ ഉണ്ടാക്കി ഇതിന്റെ കഥയൊക്കെ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിങ്കിങ് സിറ്റി ആൻഡ് സബർബ് അതിന്റെ സെറ്റപ്പ്. ഇവിടെ ഉണ്ടാക്കിയത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി, അവിടെ കേബിൾ ഒഴിച്ചിരിക്കുന്നതും കേബിൾ ഇട്ടേക്കുന്നതും ടണലുണ്ടാക്കിയേക്കുന്നതും ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോറി. എന്താ സംഭവം? ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ളതാണ്. ഇതാരാ ഇരിക്കുന്നത്? വിക്ടോറിയ റാങ്ങി. ഇതാണ് ഓപ്പറേറ്റർ. ഇതിന്റെ സീറ്റ് ചെരിഞ്ഞായിരിക്കുന്നത് അല്ലേ? ചെരിഞ്ഞ് വേണം ഇരിക്കാൻ വേണ്ടി. ഇതാണ് സെറ്റ്. ഞങ്ങൾ ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ അകത്ത് ഇതിൽ ഇരിക്കുകയാണ്. ഇതിൻ്റെ അത് ആർട്ട് വർക്കൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് കണ്ടോ? 84, 135, 150, 160. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ബുക്കുകൾ, അതിൻ്റെ ആഭരണങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേബിൾ കാർ. കേബിൾ കാർ 1 rail 1 cable സിസ്റ്റം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇവിടുന്ന് ഇറങ്ങുന്ന അവിടുന്ന് പോകുന്നു. കണ്ടിന്യൂ അടിച്ച്. ടണലിൻ്റെ അടിയിൽ ഇറങ്ങി താഴെ എത്തും. പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ടതുകൊണ്ട് ടിൽറ്റൂടെ അങ്ങനെ താഴെ വരുന്നു. അത് നേരെ തിരിച്ചിറങ്ങി പോകുന്നു. അപ്പോൾ ഇത് കേവിളയിലാണ്. ഒരു കേവിളയിൽ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടത്തേക്കും പോവുക. ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഇതൊക്കെ ചൈനക്കാരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് കേബിൾ കാറിൻ്റെ മിനിയേച്ചർ. ഇത് സിറ്റി. ഈ സിറ്റിയുടെ അടിയിൽ കൂടെയാണ് കേബിൾ കാർ പോകുന്നത്. ബിൽഡിങ്ങൊക്കെ ഉണ്ട്, മലനിരകൾ, ഇതിൻ്റെയൊക്കെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ ഇതാണ് എൻജിൻ ഡ്രൈവറിൻ്റെ തൊപ്പി, ബാഡ്ജ് മുതലായ സാധനങ്ങൾ. ഇതാണ് പഴയ ടിക്കറ്റ്. ടിക്കറ്റ് കുറിച്ച് കൊടുക്കുമ്പോൾ ഇതടിക്കാൻ വേണ്ടിയാണ്. കേബിൾ കാർ പണിയാൻ വേണ്ടി ഇവിടുന്ന് സാധനങ്ങൾ എങ്ങനെ കയറ്റിയിരുന്നെന്നുള്ളതിൻ്റെ ഒരു മിനിയേച്ചർ. ഞാൻ സൈസ് 6 വെല്ലിംഗ്ടൺ ടീഷർട്ടൊക്കെ ഉണ്ട്. വെല്ലിംഗ്ടൻ്റെ ടീഷർട്ട്. അത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള വഴിയാന്ന് തോന്നടാ.
ഇത് ബൊട്ടാണിക് ഗാർഡനിലേക്കുള്ള വഴിയാണ്. നമുക്ക് പോയിട്ട് സെറ്റാക്കാം. ഇവിടെ എല്ലാത്തിനും ഭയങ്കര വില കേട്ടോ. ഇതെന്താണ്? ഇത് ഈ ഇവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. എല്ലാത്തിനും മുട്ടിഞ്ഞ വിലയാണ്. കീച്ചേനൊക്കെ വെല്ലിംഗ്ടൺ കീച്ചേൻ, കാർ മ്യൂസിയം കീച്ചേൻ. നൈസ്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് കാറിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ഇതാണ് കേബിൾ കാറിൻ്റെ സ്ഥലം. അങ്ങ് താഴെ നിന്നൊരു കേബിൾ കാർ വരുന്നുണ്ട്. വേണ്ട നല്ല ടൈമിങ്. ഇതാണ് സംഭവം. ഇവിടെ നിന്ന് കറങ്ങുന്നു, ഇതിരുന്ന് കറങ്ങുന്നുണ്ട്. പത്തലിങ്ങനെ വലിഞ്ഞ് കയറി വരുന്നത്. ഇതാണോ നിങ്ങളന്ന് പോയ ഫെറി? തല മാറ്റി വെക്ക്, തലയിടിക്കും കുട്ടൂസേ, തലയിടിക്കും, മാറ്റി വെക്ക്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്ക് സ്പീഡ് കുറഞ്ഞു. നല്ല ചെരുവുണ്ടല്ലോ. തിരിക്കുക, നേരെ പുറകോട്ടേക്ക് പോകും. നമ്പർ 1 കാറാണ്. ഇനി വരാണ്ട് ഇതിലൊന്ന് ഇടിച്ചു നിൽക്കും. എന്റെ വേണേ കാണും. അതെയോ? ബാ 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 ബാ. അവിടെ പോയി കയറണം. തുറന്നിട്ടില്ലടാ. മുന്നിക്കാരൻ നടക്കിയാണ്. ഇപ്പൊ തുറന്നു തരും. മറ്റു മുന്നിൽ പോയി പരിപാടി നടക്കില്ല. ഇവിടെ അങ്ങനെ ഇരിക്കാം. ഞങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ ഒരു സീറ്റ് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ ഡോറെല്ലാം അടഞ്ഞ് ട്രെയിൻ ഇറക്കം ഇറങ്ങുകയാണ്.
ഇത് ജോണി സിൻസ് ആണ് ഇരിക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ചെത്തണ്ടേ? ഇപ്പൊ ഇക്വലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ഇതിന് അങ്ങനെ പറയുന്നത്. ഇവിടെ ഫിസിക്സ് പറയുന്നത് എന്നെ ഒന്നും കൂടെ പറഞ്ഞത് ഇക്വലിബ്രിയം കോൺസ്റ്റന്റ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ പോലെ കളിക്കാനുള്ള തോന്നുന്നത്. നമ്മ ഇതിന്റെ അടി കൂടെയാണ് കൊണ്ടുവരുന്നത്. അത് അടുത്ത ടണല് പാർക്കിംഗ് നോക്കി ഇതിന്റെ അടി കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ബാംഗ്ലൂരൊക്കെ അനുവർത്തിക്കണം. നമ്മുടെ നാട്ടില് കൊച്ചിയില് മെട്രോന്റെ അടി കൂടെ ഒക്കെ പാർക്കിംഗ് എടുക്കണം. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, എന്റെ LED കേടായി പോയത്. When the car comes to a stop, you'll be explained to the line. Please begin to get ready to scan on the exit gates. We hope you enjoyed your journey on the Wellington Cable Car. If you'd like to purchase a souvenir, ask our staff in the ticket kiosk by the exit gates. If you'd like to give us some feedback, scan the QR codes located on the card. Here Paitana, Kakide Amo. തീർന്നോ? ഇത്ര ഉള്ള ഒരു സൈഡ് കഴിഞ്ഞു. ഇത് നിന്ന് ആടുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇപ്പോഴാണ് ടിക്കറ്റ്. ഇതാണ് എൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. എത്രയാണെന്നുള്ളത്. ഫാമിലി ടിക്കറ്റ് ഒരാൾക്ക്, ഒരു ഫാമിലിക്ക് 2 അഡൽട്ട് 2 ചിൽഡ്രൻ 28. Of course, man. You should. ഇതിവിടെ വെക്കണമെന്നുള്ളത്. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി ചെല്ലുമ്പം ഇതുപോലെ കുറെ സാധനങ്ങൾ വെച്ചേക്കുന്ന ഒരു കട കണ്ടു. സുഗിനിയർ അങ്ങനെ എന്താണ്ടല്ലോടാ അതിന് പറയുന്നത്. ഇത് തുറക്കാൻ പറ്റും, ഓപ്പൺ ആണത്, ഓപ്പൺ ചെയ്യും. അങ്ങനെ ഒരു കട കണ്ടു. ഇത് ഇവിടെ കണ്ടോ? അപ്പൊ ഞങ്ങളിങ്ങനെ ആ കടയിൽ ഇങ്ങനെ സാധനങ്ങൾ കാണാൻ വേണ്ടി കയറിയതാ. ഞങ്ങൾ ഇത് 2 എടുത്തു. 2 കീ ചെയിൻ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരികയാണ്. കേബിൾ കാർ കഴിഞ്ഞ് ഇതാണ് വെല്ലിംഗ്ടൺ ടൗണിന്റെ ഇതാണ് കേബിൾ കാർ ലൈന്. ഇവിടുന്ന് കേബിൾ കാറിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ. ഒറ്റടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കേബിൾ കാർ മ്യൂസിയം നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയ വെല്ലിംഗ്ടന്റെ മൊത്ത ക്യാപിറ്റൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പുതിയ പരിപാടി നോക്കൂ. ഇതാണ് വെല്ലിംഗ്ടണിലുള്ള പാർലമെന്റ് മന്ദിരം. ഇതാണ് അതിൻ്റെ മുന്നിലത്തെ ഒരു സ്തൂപം. ഈ കാണുന്നതാണ് പാർലമെന്റ് മന്ദിരം. നല്ല പഴക്കമുണ്ട്.
ഇവിടെ മേലെ ഏറ്റവും മേലെ ന്യൂസിലാൻഡിൻ്റെ പതാക പറക്കുന്നുണ്ട്. വളരെ വളരെ കാമാൻ ക്വയറ്റാണ്. ഇവിടെ പട്ടാളക്കാരില്ല, ആരും ഒരു പ്രശ്നക്കാരില്ല, ആരുമായിട്ട് ചോദിക്കില്ല, പറയില്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പാർലമെൻറ്റിലേക്ക് കയറുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായൊരു കാര്യമാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, സുരക്ഷ കരുതിയാണ്. നമ്മുടെ നാട്ടിൽ അത്ര സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് നോ വറീസ്, പേടിക്കുകയേ വേണ്ട. ഇതെന്താ ഈ സൗണ്ട് കേൾക്കുന്നേ? ഇതിനകത്തൊക്കെ ഓരോരുത്തർ സൗണ്ട് കേൾക്കും. ഞങ്ങൾ പാർലമെൻറ്റിൻ്റെ ചത്രത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കയറ്റമാണ്, കുറേ സ്റ്റെപ്പുണ്ട്. ഇതാണ് പാർലമെൻറ്റ്. പക്ഷെ എൻ്റെ പരിസരം അത്ര വൃത്തിയൊന്നുമില്ല. അങ്ങനെ അതായത് വളരെ മനോഹാരിതമായൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടായിട്ടുള്ള പോലെ തോന്നുന്നില്ല. കാരണം എല്ലാം ചപ്പും ചവറല്ല, ചെടികളൊക്കെ അലക്ഷ്യമായി വളർന്നിരിക്കുന്നു. പക്ഷെ അല്ലാത്ത പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും നല്ല സെറ്റായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ചത്തുരം മാത്രം അത്ര വലിയ രസമില്ല. ഇതാണ് പാർലമെൻറ്റ്. പഴയ ബിൽഡിംഗ് ആണ് ന്യൂസിലാൻഡ് പാർലമെൻറ്റ് മന്ദിരം. അതിൻ്റെ ചവിട്ടി വരെ എത്തി. ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നതാണ് വെല്ലിംഗ്ടൺ. അതാണ് വെല്ലിംഗ്ടൺ യൂണിവേഴ്സിറ്റി. ആ കാണുന്ന ബിൽഡിങ് അതാണ് യൂണിവേഴ്സിറ്റി. പറ്റും. ഓ, ഇത് നമ്മുടെ വിധാനസൗധ. നമ്മുടെ ബാംഗ്ലൂരിലുള്ള വിധാനസൗധയുടെ ഒരു ചെറിയ മിനിയേച്ചറാണ്. അപ്പോൾ ഇത് നോക്കിയാണ് വിധാനസൗധ നോക്കിയായിരിക്കും ചിലപ്പോൾ അവർ ഇത് പണിതേക്കുന്നത്. ഇതായിരിക്കും പുതിയതാകാൻ ചാൻസ്. കൊള്ളാം, അടിപൊളി. ഇവിടെ കുറച്ച് പഴയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഈ ന്യൂസിലാൻഡിൽ അത്യാവശ്യം പഴയ ബിൽഡിങ്ങൊക്കെ കാണാൻ വെല്ലിംഗ്ടണിലായിരിക്കും. കാരണം വെല്ലിംഗ്ടൺ ആണ് അത്യാവശ്യം പഴയ സ്ഥലം. ഇതേതോ പഴയ പ്രധാനമന്ത്രിയാ. ഇതിനെ കണ്ടുപിടിച്ച ഏതോ പ്രഭുവാ, ബ്രിട്ടീഷുകാരനായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് 2 കറക്കവും കറങ്ങി തിരിച്ച് ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ സാധനം വെച്ച് തുറക്കണ്ട. തുറക്കാം. ഓരോന്നെല്ലാം ചെയ്യണം. അപ്സൈഡ് ഡൗൺ തല മേടി വരുന്നവര് വേണ്ട. സ്കാൻ ചെയ്ത് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറി ഇവിടുന്ന് മേലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. നമ്മൾ നിൽക്കണ വേറെ പ്രശ്നമുണ്ട്. ബാക്കിലുള്ളവർക്ക് പ്രശ്നങ്ങൾ നോക്കിയാൽ പരിപാടി അടയ്ക്കാം. അല്ലെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ ആരും പറയണ്ട. ബെല്ലൊക്കെ അടിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ അടിയിലൊക്കെ അല്ല, ഇതിന്റെ മേലൊക്കെ എല്ലാം വലിയ ബിൽഡിങ്ങുകളല്ല നിൽക്കുന്നത്. ആ ബിൽഡിംഗ് എങ്ങാനും താഴെ പൊളിഞ്ഞു വീഴുകാനും ചെയ്തിട്ട് അവസ്ഥ ആലോചിച്ചേക്ക്. വീഴൂല. നമ്മൾ കണക്ടണല്ല തല്ലേ. അതെ, കടലിന്റെ കാര്യമുണ്ടാണല്ലോ. ഇത് ഇറങ്ങിപ്പോകുന്ന വേറെ വഴിയാണോ? അവിടെ ഇറങ്ങിപ്പോകുന്ന വേറെ വഴിക്കാ. അവിടെ കണ്ടില്ലേ? അല്ല, ഒറ്റ വഴിയല്ലേ. അവിടെ അവിടെ മാത്രമേ മാറുന്നു. കഥയൊക്കെ പറയുന്നുണ്ട്.
The Lights on ആൾക്കാർ X2 panels will ഇടത്തിരിക്കുന്നുണ്ട്. be programmed with light shows marking ഇവിടെ festivals, ബിൽഡിങ്ങുകൾ കാണാം. charitable events, and special occasions What such as Mathuriki and Anzac Day. ജോലിക്കണോ വല്ല ജോലി കിട്ടും. ഇതാണ് ഇതിന്റെ ഡ്രൈവർ. ഇത് ഓടിക്കുന്ന ജോലി അടിപൊളിയായിരിക്കും അല്ലേ? പക്ഷെ കുറെ ബോറടിക്കലാ. ഇന്റർനെറ്റിൽ പൊട്ടി 4 വട്ടം ഉപയോഗിക്കും. എന്തൊരു രസമായി കളർഫുൾ വെരി ഓസം. ഇവിടെയാണ് ഇത് കറക്റ്റ് സ്പോട്ടിലേക്ക് ചേഞ്ച് ആയിക്കോണോ. ഇപ്പോഴത്തേക്ക് മാറ്റി കൊടുക്കണം അല്ലേ? ഇപ്പുറത്തോട്ട് നമ്മള് റൈറ്റ് അങ്ങനെ മറ്റേ കാറൊക്കെ പാസ്സായി ഞങ്ങൾ ഈ വഴി കയറി. ആക്ച്വലി ഒരു വള്ളിമേൽ തൂങ്ങിയിട്ടുള്ള പരിപാടിയാണ് അതന്നെ. അല്ലേ? ഇരുമ്പിന്റെ വള്ളിമേൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കിയിട്ട് ഇറങ്ങി പോകുന്ന കയറിയ മറ്റേ വണ്ടി അങ്ങോട്ട് പോകുന്നതിന്റെ പേരിലാണ് അത് പോകുന്നത്. ചിലപ്പോ ആയിരിക്കും, ചിലപ്പോ അല്ലായിരിക്കും. ഗ്രൗണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ക്രിക്കറ്റ് ഒക്കെ നടക്കുന്നത്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് നടക്കുന്നത്. അതെങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ടെന്ന് ആർമഴിയില്ല അത്തല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടിയല്ലേ? കൊള്ളാൻ. പൊളിയുന്നു. അവിടെ വേറെ ഒരു സ്റ്റേഡിയം കണ്ടില്ല, അതായത് നമ്മൾ വരുന്ന വഴിക്ക് ടെസ്റ്റും കടന്നും കൂടെ കാണുന്നതാണ് വെല്ലിംഗ്ടൺ. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നമ്മളെ നോക്കി വീഡിയോ എടുക്കുന്നവരുണ്ട്. ഇവിടെയാണ് ഐസ്ക്രീം വേണ്ടത് അല്ലേ? അങ്ങനെ ഇതിൻ്റെ ഏറ്റവും മേലെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്, തിരിച്ചെത്തിയിരിക്കുകയാണ്. ആൾക്കാർ ഇറങ്ങുന്നു, ഇതിന് ചാടി ഇറങ്ങുന്നു. അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് അല്ല, കേബിൾ കാറിൽ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ആ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ. ഇവിടുന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കുറച്ച് നടക്കുമ്പോൾ നമുക്കിവിടെ പോർട്ട് കാണാം. നല്ല കിടുക്കാച്ചി വ്യൂ, ഒന്നും പറയാനില്ല. വളരെ രസമുണ്ട് കാണാൻ. ബോട്ടിങ്ങനെ തീരത്തോടെ കിടക്കുന്നുണ്ട്. ഇതാണ് വെല്ലിംഗ്ടൺ. വെല്ലിംഗ്ടൺ ഫെറിയാണ് ഈ സൈഡിൽ കാണുന്നുണ്ട്. കുറേ ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ വെല്ലിംഗ്ടണിലെ കേബിൾ കാർ പരിപാടിയിൽ അവസാനിപ്പിച്ച് ഐസ്ക്രീം തിന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തവരുടെ ഈ വീഡിയോ സന്ധിക്കുമ്പോഴേക്കും ഇവിടെ ജസ്റ്റ്